നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം വ്യാപാരികളെ ദ്രോഹിക്കരുതെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ. പ്ലാസ്റ്റിക് നിരോധന തീരുമാനം വ്യാപാരികളെ കൂടുതൽ ബാധിക്കും. ഈ തീരുമാനം നടപ്പാക്കുക പ്രായോഗികമല്ലെന്നും മർച്ചന്റ് അസോസിയേഷൻ. ചെർപ്പളശ്ശേരി നഗരവികസനത്തിന് UDF ഒരിക്കലും എതിരല്ലെന്ന ലീഗ് നേതാവ് KK അസീസ്. നഗര നവീകരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയാണ് UDF ചെയ്തത്. ഇതിന് മറുപടി പറയാൻ CPM-ന് എന്തധികാരമെന്നും KK അസീസ്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് മുന്നിൽ നിൽപ്പ് സമരവുമായി വഴിയോര കച്ചവടക്കാർ. തൊഴിലിന് സുരക്ഷ വേണമെന്നും തിരിച്ചറിയൽ കാർഡ് അനുവദിക്കണമെന്നും ആവശ്യം. സമരം STU-വിന്റെ നേതൃത്വത്തിൽ. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടരുന്നു. രണ്ടാം ദിനം നടന സാന്ദ്രം. കാണികളെ പിടിച്ചിരുത്തി നൃത്ത മത്സരങ്ങൾ. ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തിയായി. കെട്ടിടം നിർമ്മിച്ചത് MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കൊണ്ട്. വൈകാതെ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ. പുലാമന്തോൾ UP-യിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ അപകടം. വീടിന്റെ ചുവരിൽ ഇടിച്ചാണ് കാർ മറിഞ്ഞത്. കാറിലെ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാർത്തകളിലേക്ക് വിശദമായി. വ്യാപാര സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കരുതെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾക്ക് ഒക്ടോബർ 1 മുതൽ മലപ്പുറം ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തീരുമാനം പ്രായോഗികമല്ലെന്നും വ്യാപാരികൾ പ്ലാസ്റ്റിക് നിരോധനത്തിന് എതിരല്ലെന്നും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. 5 പൈസയുടെ മിഠായി മുതൽ ഒന്ന് വെളിച്ചെണ്ണയാണെങ്കിലും അരിയാണെങ്കിലും മറ്റ് പാലജ്ഞാനങ്ങളൊക്കെ തന്നെ പ്ലാസ്റ്റിക് ബാഗിലാണ്. ബിസ്ക്കറ്റുകളടക്കം അതുപോലെ സർക്കാരിൻ്റെ മിൽമ പാലുകളടക്കം ഇതിനൊന്നും യാതൊരു നിയന്ത്രണവുമില്ല. അതൊക്കെ യഥേഷ്ടം അവിടെ നമ്മളെ വീടുകളിൽ കൊണ്ടുപോയി നമുക്ക് വലിച്ചെറിയുക, പൊതുരംഗത്തിൽ വലിച്ചെറിയുക. പക്ഷേ ഈ കീശ കൊടുക്കുന്നതിൽ മാത്രം സർക്കാരിന് ഇങ്ങനെ അതൃപ്തി ഉണ്ടാകുന്നതിലാണ് വ്യാപാരി സംഘടനകളുടെ പ്രതിഷേധം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടി കർശനമാക്കാൻ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നു. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെ ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒക്ടോബർ 1 മുതൽ ഉപയോഗിക്കരുത് എന്നാണ് നിർദ്ദേശം. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സമീപനമാണ് ഇതിലൂടെ സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ചെറുകിട വ്യാപാര രംഗത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്ലാസ്റ്റിക് നിരോധന തീരുമാനം വ്യാപാരികളെ കൂടുതൽ ബാധിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ PTS മൂസു പറഞ്ഞു. 99% സാധനങ്ങളും പ്ലാസ്റ്റിക് പാക്കറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കസ്റ്റമർ വന്ന് അതിൽ നിന്ന് 4, 5, 8 ഐറ്റം പർച്ചേസ് ചെയ്താൽ അവനുപയോഗിക്കുന്ന കീശക്ക് മാത്രം സർക്കാർ നിബന്ധനകളും കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി വ്യാപാരികളെ പീഡിപ്പിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ സർക്കാരിന് ഉദ്യോഗസ്ഥന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് നിരോധനത്തിന് വ്യാപാരി സംഘടനകൾ എതിരല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയാണ്. പക്ഷേ അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരവും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന പൊതുജനങ്ങളെ ബോധവൽക്കരണം നടത്തി അതല്ലെങ്കിൽ അവർക്ക് പിഴ ചുമത്തി മുമ്പ് മഹാമാരി കോവിഡ് വന്നപ്പോൾ മാസ്ക് നമ്മൾ ആരും ഉപയോഗിച്ചിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമായിരുന്നു ഉപയോഗിച്ചത്. പക്ഷെ ഇന്ന് കൊച്ചു കുട്ടികൾ പോലും ആ മാസ്ക് ഉപയോഗിക്കാനുണ്ടായ കാരണം ആ രോഗത്തിന്റെ ഭയം കൊണ്ടല്ല, ഫൈൻ ഈടാക്കുമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പോലീസും ഒക്കെ ഫൈൻ ഈടാക്കി തുടങ്ങിയപ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഈ പ്ലാസ്റ്റിക് കീശകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കള്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കച്ചവടം വളരെയേറെ പ്രയാസവും പ്രതിസന്ധിയിലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വഴിവാണികക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഒരു ഭാഗത്ത് അങ്ങനെ വൻകിട കുത്തകളുടെ മാളുകൾ, കോർപ്പറേറ്റ് സാധനങ്ങൾ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുകിട വ്യാപാര മേഖല വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞുകൊണ്ടാണ് നിലനിൽക്കുന്നത്, പിടിച്ചു നിൽക്കുകയാണ്. മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CPM ഇക്ബാൽ, ട്രഷറർ ലത്തീഫ് ടാലൻ എന്നിവരും ചേർന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്ലാസ്റ്റിക് കവറുകളുടെ നിരോധനത്തിന് വ്യാപാരികൾ എതിരല്ല. എന്നാൽ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ പേരിൽ വ്യാപാരികളെ മാത്രം കുറ്റപ്പെടുത്താനാണ് സർക്കാരിന്റെ ശ്രമം. സകല സാധനങ്ങളും പ്ലാസ്റ്റിക് കവറുകളിൽ പാക്ക് ചെയ്താണ് വരുന്നത്. എന്നിട്ടും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പോലുള്ളവ മാത്രം എടുത്തു കളയുന്നതിലാണ് വ്യാപാരികൾക്ക് പ്രതിഷേധമെന്നും വ്യാപാര സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. 50% വ്യാപാരികൾ നഷ്ടത്തിലാണ് ഇപ്പോൾ കച്ചവടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തരം കർശന നിയന്ത്രണങ്ങൾ, മുന്നൊരുക്കങ്ങളില്ലാതെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കലക്ടർ 24-ാം തീയതി വിളിച്ച യോഗത്തിൽ 1-ാം തീയതി മുതൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നു നോക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്ത ഞങ്ങളെ പ്രതിനിധികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സമയം വേണം, ഞങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്.
ഒരു 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ ഇത് പെട്ടെന്ന് നിർത്തൽ ചെയ്യാൻ പറ്റാവുന്ന ഒന്നല്ല പ്ലാസ്റ്റിക്. അപ്പം അതിൻ്റെ ഭവിഷ്യത്തുകൾ വ്യാപാരികൾക്ക് മേൽ മാത്രം പഴി ചുമത്തുന്ന ആ രീതിയിൽ നിന്ന് മാറി പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ പിഴ ചുമത്തുന്ന രീതിയിലേക്ക് സർക്കാരും ഉദ്യോഗസ്ഥന്മാരും മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചെർപ്പളശ്ശേരി നഗരവികസനത്തിന് UDF ഒരിക്കലും എതിരല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗവും നഗരസഭാ മുൻ വൈസ് ചെയർമാനുമായ KK അസീസ്. നഗര നവീകരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് UDF ചെയ്തത്. വികസനത്തിനും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും വേണ്ടി സംസാരിക്കുമ്പോൾ CPM രോഷാകുലരാകുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും KK അസീസ് പറഞ്ഞു. ഈ ചെർപ്പളശ്ശേരി ടൗൺ നവീകരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ ഒരു പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം കൊടുത്തത് നിങ്ങൾക്ക് അറിയാം. ഞങ്ങളന്നിപ്പോൾ അവിടെ ആ സമരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ബന്ധപ്പെട്ട കേരള റോഡ് ഫണ്ട് ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ PWD ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ തന്നെ നിവേദനം കൊടുത്തിരുന്നു. കൂട്ടത്തിൽ MLAക്കും നഗരസഭയ്ക്കും നിവേദനം കൊടുത്തിരുന്നു. അപ്പോൾ ആ നിവേദനം കൊടുക്കാൻ പോയ കൂട്ടത്തിൽ ഞാനുണ്ട്, ഞങ്ങളെ UDFൻ്റെ നേതാക്കന്മാരുണ്ട്. അവിടെ പിന്നെ FDയുടെ ആളുകൾ, ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയ മാഡം ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് ഈ വിവരം ഇതിൻ്റെ ഗൗരവത്തോടു കൂടി ആരും തന്നെ അവരുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടില്ല എന്നതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കൺജസ്റ്റഡായ ഒരു അവസ്ഥ ഉണ്ടാവും. ഭാവിയിൽ അത് ഗതാഗതത്തിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥലം അക്വയർ ചെയ്യുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അവർ ഞങ്ങളോട് പറയുകയും അത് രേഖാമൂലം ഞങ്ങൾക്ക് എഴുതി തരികയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇത് വിത്ത് പ്ലാൻ അടക്കമുള്ള പിന്നെ കാര്യങ്ങൾ ഞങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഇന്നലെ CPIMൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഇവിടെ ഒരു പ്രകടനവും അതുപോലെ തന്നെ അതിന് തുടർന്നൊരു പൊതുയോഗമൊക്കെ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്താണ് CPMനെ ഇത്ര രോഷാകുലരാക്കണമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ റോഡിൻ്റെ ഗതാഗതം സുഗമമായി നടക്കുന്നതിന് യഥാർത്ഥത്തിൽ ടൗൺ നവീകരണം നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പ്രത്യേകിച്ച് ഒരു തന്ത്രപ്രധാനമായ ഈ ജംഗ്ഷനിൽ അത് പിന്നെ വീതി കൂട്ടി ചെയ്യണം എന്നാണ്. 4 വരി പാത അവിടെയും കൂടി അതിൻ്റെ ഗുണം ഉണ്ടാവണം. 2 ഭാഗത്ത് 4 വരി പാത ഉണ്ടാവും, അവിടെയും കൂടി ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവിടെ 4 വരി പാത വേണ്ട എന്ന ഒരു മർക്കറ മുഷ്ടിയോട് കൂടിയാണ് CPIMൻ്റെ ആളുകളെ ഇത് ഏറ്റെടുക്കുന്നത്. എന്ന് മാത്രമല്ല, CPIMൻ്റെ ഒരു ഏരിയ സെക്രട്ടറി പിന്നെ പ്രസംഗത്തിലും അതുപോലെ തന്നെ ബൈറ്റിലും ഒക്കെ പറയുന്നത് കേട്ടു, പിന്നെ അത് സ്ഥലം എൻക്രോച്ച് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇതൊക്കെ പറഞ്ഞാൽ ഇയാളാരാ? CPIMൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് ഫണ്ടാൽ പാർട്ടി ഫണ്ട് ഉപയോഗിച്ചിട്ടൊന്നല്ല ഇത് ചെയ്യുന്നത്. ഇത് സാധാരണക്കാരൻ നികുതി പണമാണ്. UDF നൽകിയ പരാതിയിന്മേൽ വ്യക്തമായ മറുപടി അധികാരികൾ നൽകിക്കഴിഞ്ഞെന്നും മറുപടി പറയാൻ CPMന് എന്ത് അധികാരമാണുള്ളതെന്നും അസീസ് ചോദിച്ചു. ഇപ്പോൾ വിവാദമുയർത്തി നിൽക്കുന്ന ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലെ കെട്ടിടം നിർമ്മാണ സമയത്ത് അതിനെതിരെ സമരം ചെയ്തവരാണ് ഇന്ന് സംരക്ഷണം ഒരുക്കാൻ ശ്രമിക്കുന്നത്. ഇതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന അജണ്ട ജനങ്ങൾ മനസ്സിലാക്കണമെന്നും KK അസീസ് പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും ഈ നവീകരണത്തിനോ നഗരവികസനത്തിനോ എതിര് നിന്നവരല്ല. അത് പിന്നെ കഴിഞ്ഞ കാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇവിടെ ഈ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ ഒരു പിന്നെ പറയാം ട്രാഫിക് ജാം ഉണ്ടാവുന്ന തരത്തിൽ ഇവിടെ ഒരിക്കലും ഈ വികസനം കൊണ്ടുപോകാൻ പാടില്ല. അതിന് എന്താണോ നടപടി അത് ചെയ്യണം. ഇപ്പം നഗരസഭയുണ്ടല്ലോ, വേണമെന്ന് വിചാരിച്ചാൽ നഗരസഭയ്ക്ക് അതിൽ കൃത്യമായി ഇടപെടാൻ വേണ്ടി കഴിയും. കാരണം നഗരസഭയുടെ കയ്യിൽ ഇഷ്ടം പോലെ ഓൺ ഫണ്ട് ഉണ്ട്. ഇത്രയും വലിയൊരു വികസനം നടക്കുമ്പോൾ അതിൽ ഫണ്ട് കൊടുത്ത് ഇത് ഏറ്റെടുക്കുന്നതിന് ഈ കിഫ്ബിക്കോ അല്ലെങ്കിൽ ഊരാലിങ്കലിനോ അതല്ലെങ്കിൽ കേരള റോഡ് ഫണ്ട് ബോർഡിനോ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നഗരസഭയുടെ ഓൺ ഫണ്ട് വെച്ചിട്ട് ചെയ്യാലോ. ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇവർക്ക് കൈമാറാലോ. സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് സ്ഥലമാണെന്ന് പറഞ്ഞു ഞാൻ വൈസ് ചെയർമാൻ കാലത്താണ് ഞങ്ങൾ ആ സ്ഥലം പിന്നെ 27 ലക്ഷം രൂപയുടെ സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ വാട്ടർ അതോറിറ്റി കൈമാറിയല്ലോ. വേണമെന്നുണ്ടെങ്കിൽ ഇച്ഛാശക്തിയുള്ള തലയിൽ ആൾപ്പാർപ്പുള്ള ഭരണസമിതിയാണെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അവർക്കത് ഏറ്റെടുത്ത് പിന്നെ യഥാസമയം കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ വികസനത്തിനെതിരേ അല്ല, ഈ ടൗൺ നവീകരണത്തെയും ടൗൺ വികസനത്തെയും ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് കൃത്യമായത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെയും അയ്യപ്പൻകാവ് ഭാഗത്തുമുള്ള സ്ഥലം ഏറ്റെടുത്താലേ ഇത് പൂർണ്ണാർത്ഥത്തിൽ ഇത് യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്. നിങ്ങൾ പറഞ്ഞൊരു നല്ല കാര്യമാണ് എന്ന് ആ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇത് ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ ഞങ്ങൾ ചെയ്യും എന്ന് ഉദ്യോഗസ്ഥ വൃന്ദം ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാർ പെരിന്തൽമണ്ണ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് നിൽപ്പ് സമരം നടത്തിയത്. വഴിയോര കച്ചവടക്കാരുടെ തൊഴിലിന് സുരക്ഷ വേണമെന്നും
തിരിച്ചറിയൽ കാർഡ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത്. STU സംസ്ഥാന സെക്രട്ടറി C. അബ്ദുൽ നാസർ സമരം ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവടക്കാരോട് പെരിന്തൽമണ്ണ നഗരസഭാ അധികാരികൾ അവഗണന കാണിക്കുകയാണെന്ന വലിയ പരാതിയാണ്. തങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന വഴിയോര കച്ചവടക്കാരുടെ പ്രധാന ആവശ്യവുമാണ്. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഴിയോര കച്ചവടക്കാർ പെരിന്തൽമണ്ണ നഗരസഭ കാര്യാലയത്തിനു മുന്നിൽ നിൽപ്പ് സമരം നടത്തിയത്. 2 വർഷം മുമ്പ് നടത്തിയ സർവേയിൽ ഉൾപ്പെട്ട മുഴുവൻ വഴിയോര കച്ചവടക്കാർക്കും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യുക, വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് നൽകുക, സുപ്രീം കോടതിയുടെ ഉത്തരവിനും സംസ്ഥാനത്തെ നിയമത്തിനും വിരുദ്ധമായി ദ്രോഹിക്കുന്നത് അവസാനിപ്പിക്കുക, പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിൽപ്പ് സമരം നടത്തിയത്. STUവിന്റെ നേതൃത്വത്തിലുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. STU സംസ്ഥാന സെക്രട്ടറി C. അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. ആ കമ്മിറ്റിയാണ് ഈ ഓരോ പട്ടണത്തിലും എത്ര വഴിയോര കച്ചവടക്കാരുണ്ട് സർവേ നടത്തുന്നത്. ആ കമ്മിറ്റി 3 വർഷം മുമ്പ് സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേ അനുസരിച്ചുള്ള ആളുകളുടെ കച്ചവടം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വെൻഡിങ് കമ്മിറ്റിയോ മുനിസിപ്പാലിറ്റിയോ അവർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ആർക്ക് വേണ്ടിയാണ് അത് തടഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്കറിയില്ല. ഇവിടെ ഒരു സർക്കാർ ഭരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇടതുപക്ഷ സർക്കാരാണെന്ന് അതിന്റെ പേര്. തൊഴിലാളികൾക്ക് പ്രസ്ഥാനമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് പേര്. എന്നിട്ടും ഈ പാവപ്പെട്ട തൊഴിലാളികളെ വഴിയോരത്തിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഇവിടെ മുനിസിപ്പാലിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന അതേ കക്ഷിയുടെ ഭരണകൂടം നടത്തുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ നഗരസഭാ അധികാരികൾ വഴിയോര വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് C. അബ്ദുൽ നാസർ ആവശ്യപ്പെട്ടു. സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിഹാബ് കളക്കണ്ടൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. STU ജില്ലാ വൈസ് പ്രസിഡന്റും മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവുമായ പച്ചേരി ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. 500 വഴിയോര തൊഴിലാളികൾക്ക് വേണ്ടി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത STU എന്ന സംഘടന, ആ സംഘടനയുടെ സമരത്തിന്റെ ഭാഗമായി 2 കൊല്ലം മുമ്പ് സർവേ പൂർത്തീകരിച്ച് അതിന്റെ രേഖകൾ ഇവിടെ അലമറയിൽ പൂർത്തി സുരക്ഷിതമായി വെച്ച ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇവിടെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ടാണ് വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ അത് സംസ്ഥാന ഗവൺമെന്റുകളിലൂടെ അത് നടപ്പിലാക്കാനും കഴിഞ്ഞത്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കോർപ്പറേഷൻ നഗരസഭകളിലെ വഴിയോര കച്ചവടക്കാരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയാണ് വഴിയോര തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജുനൈദ് പരവക്കൽ, മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് അമ്മിനിക്കാട്, STU മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി കട്ടുപ്പാറ, മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷറർ ബഷീർ ചീനിക്കൽ, യൂണിയൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് സൈദലവി മുള്ളിയാകുറിശി, ട്രഷറർ ഉണ്ണിയൻകുട്ടി ആനമങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയൻ മണ്ഡലം ഭാരവാഹികളായ രാമകൃഷ്ണൻ, ഹരിദാസൻ നായർ, റഷീദ് മണ്ണാർമല, നൂറുദ്ദീൻ എടാക്കൽ, യൂനുസ് തൂത, മോഹനൻ കരിമ്പ, മുഹമ്മദ് അലി ജൂബിലി എന്നിവർ നേതൃത്വം നൽകി. ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. 4169 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. BK ശ്രീകണ്ഠൻ MPയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്ത്രീ പുരുഷ വാർഡുകളും ഡോക്ടർമാർക്കുള്ള മുറികളും ഉൾപ്പെടെയാണ് കെട്ടിടത്തിലെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥലപരിമിതിയുള്ളതിനാൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പഴയ കെട്ടിടത്തിൽ 2 ഭാഗങ്ങളിലായാണ് കിടത്തി ചികിത്സാ വിഭാഗവും ഡോക്ടർമാരുടെ പരിശോധനാ കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നത്. ഇത് പരിഹരിക്കാനായി പുതിയ കെട്ടിടം ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത ദിവസങ്ങളിൽ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഗവൺമെൻറ് ആശുപത്രിയിലെ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം
കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഇനി അതിനകത്തുള്ളത് പ്ലംബിങ്ങും ഇലക്ട്രിഫിക്കേഷനുമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സാക്ഷന് വേണ്ടി നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. കിട്ടിയാൽ ഉടനെ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ. ഒരു നല്ല ഹോളായിട്ട് തന്നെയാണ് കെട്ടിടമുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാം യോഗം ചേർന്നുകൊണ്ട് അതുപോലെ MP കൂടി അഭിപ്രായങ്ങളെ മുഖവിലക്കെടുത്ത് ഏത് ആവശ്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പരിശോധിച്ച് ചെയ്യാമെന്നാണ് ഇപ്പോൾ വെച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപായി തറക്കല്ലിട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനകം തന്നെ പൂർത്തിയാക്കിയെന്ന് നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാക്കാനുള്ള പ്രവൃത്തികൾക്കായി ദർഗാസ് നടപടികളും ആരംഭിച്ചു. നിലവിൽ പ്രതിദിനം 300-ലധികം രോഗികളാണ് ആശുപത്രിയിലെത്താറുള്ളത്. പെരിന്തൽമണ്ണ പുലാമന്തോൾ UPയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. വയനാട്ടിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലെ ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ ചുമരിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. വയനാട്ടിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന മാരുതി അൾട്ടോ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലെ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പുലാമന്തോളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടരുന്നു. നടനസാന്ദ്രമായിരുന്നു കലോത്സവത്തിന്റെ 2ാം ദിനം. കുഞ്ഞിന് വായുണ്ടോ? വായ്ക്കേറിയ ദൈവം ഇലയും നൽകും. നിറമാറു ചുരത്തും മുമ്പേ ഏറ്റുനോമണയും മുമ്പേ ചോരക്കിടാവിനെ വഴിയിൽ ഉപേക്ഷിച്ച് കാന്തന്റെ പിന്നാലെ നടന്നൊരമ്മ പന്തിരുപുരത്തിലെ പെട്ടൊരമ്മ. അങ്ങൊരു നാളിൽ നിളയുടെ തീരത്ത് ഒഴുകിയെടുത്തൊരു പെട്ടകത്തിൽ നൃത്ത ഇനങ്ങൾ തന്നെയായിരുന്നു കലോത്സവത്തിന്റെ 2ാം ദിനം കാണികളെ പിടിച്ചിരുത്തിയത്. 20 വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. മോഹിനിയാട്ടം, ദഫ്മുട്ട്, കോൽക്കളി, കുച്ചുപ്പൊടി തുടങ്ങിയ മത്സര ഇനങ്ങൾ 2ാം ദിനം വേദിയെ നടനസാന്ദ്രമാക്കി.
മോണോ ആക്ട്, മിമിക്രി, തബല, മൃദംഗം, വയലിൻ, വിവിധ ആലാപന മത്സരങ്ങൾ എന്നിവയും രണ്ടാം ദിനം നടന്നു. ശനിയാഴ്ച ഏകാംഗ നാടകം, മൂകാഭിനയം, തിരുവാതിരക്കളി, പശ്ചാത്തല സംഗീതം, സംഘനൃത്തം, ഗിത്താർ, ബാൻഡ് മേളം തുടങ്ങിയ മത്സരങ്ങൾ നടക്കും. മൊഞ്ചത്തിമാർ നിറഞ്ഞാടിയ ഒപ്പന മത്സരം പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവ വേദിയിൽ രണ്ടാം ദിനം ഇശൽ മഴ പെയ്യിച്ചു. തട്ടമിട്ട തോഴിമാർ താളച്ചുവടുമായി നിറഞ്ഞാടിയപ്പോൾ സദസ്സ് നിറഞ്ഞ കയ്യടി നൽകി. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവത്തിൻ്റെ രണ്ടാം ദിനം ആസ്വാദ്യകരമാക്കിയത് ഒപ്പന മത്സരമാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിനൊത്ത് തട്ടമിട്ട തോഴിമാർ മണവാട്ടിയുമായി താളമിട്ടപ്പോൾ ഒപ്പന മത്സരം കാണാനെത്തിയവരുടെ കൽബ് നിറച്ചു. നിറഞ്ഞ കയ്യടികളോടെയാണ് മത്സരാർത്ഥികളെല്ലാം വേദി വിട്ടത്. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവത്തിൽ തുള്ളൽ വേദിയിൽ നിറഞ്ഞാടി പെൺകുട്ടികൾ. ഓട്ടൻതുള്ളലിൽ മത്സരിച്ച 7 പേരിൽ ഒരാൾ മാത്രമായിരുന്നു ആൺകുട്ടിയായി ഉണ്ടായിരുന്നത്. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവത്തിൽ ഓട്ടൻതുള്ളൽ വേദിയിൽ കണ്ടത് പെൺകുട്ടികളുടെ മേധാവിത്വം. ഹൈസ്കൂൾ വിഭാഗത്തിൽ 7 പേർ മത്സരിച്ച ഓട്ടൻതുള്ളലിൽ ഒരാൾ മാത്രമാണ് ആൺകുട്ടിയായി ഉണ്ടായിരുന്നത്. ചിട്ടയും മെയ്വഴക്കവും കളരിയിലെ അഭ്യാസവും വേണ്ട കലയാണ് ഓട്ടൻതുള്ളൽ. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് തുള്ളൽ പഠിക്കുവാൻ വരുന്നതെന്നും ഇത്തരം കലകൾ അഭ്യസിക്കാനുള്ള കഷ്ടപ്പാടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പുതുതലമുറ വലിയ താല്പര്യമെടുക്കുന്നില്ലെന്നും
തുള്ളൽ പരിശീലകനായ രാജേഷ് കിള്ളിക്കുറിച്ചി പറയുന്നു. പൊതുവെ ഇപ്പോൾ രംഗത്ത് കൂടുതലായിട്ടും പെൺകുട്ടികളാണ് അറിയിച്ചത്. ആൺകുട്ടികൾ വളരെ കമ്മിയായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. നേരത്തെയൊക്കെ എന്താ വെച്ചാൽ ആൺകുട്ടികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതലും പെൺകുട്ടികൾ ആണ് കൂടുതൽ. പക്ഷെ എങ്കിലും നമുക്കറിയാം കുഞ്ചൻ്റെ കല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് ആക്ഷേപഹാസ്യത്തിൽ കൂടി നില കൊള്ളുന്നൊരു കലയാണ്. ഈ ക്ഷേത്രകലകളിൽ കുറച്ച് അഭ്യസനവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം ഓട്ടത്തുള്ളൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കളരിയിലെ അഭ്യാസങ്ങൾ കുറച്ച് വേണം. അപ്പോൾ അതിൽ കുറച്ച് കളരിയഭ്യാസം വേണം. കുറച്ചൊരു കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പാടിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു തയ്യാറെടുപ്പ് പുതുതലമുറയിലുള്ള കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട്. ആൺപെൺ വ്യത്യാസമില്ലാതെ തന്നെ തുള്ളൽ വേദിയിൽ മികച്ച പ്രകടനമാണ് മത്സരാർത്ഥികളെല്ലാം കാഴ്ചവെച്ചത്. നിറഞ്ഞ വേദിക്ക് മുന്നിൽ തന്നെയായിരുന്നു തുള്ളൽ മത്സരാർത്ഥികളുടെ പ്രകടനം. ഒരു നാടിന്റെയും സംസ്കാരത്തിന്റെയും രക്തധമനികളായി പുഴകളെ കാണണമെന്ന് കവി റഫീഖ് അഹമ്മദ്. പട്ടാമ്പിയിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. മേലെ പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്താണ് മനുഷ്യച്ചങ്ങല തീർത്തത്. വിദ്യാർത്ഥികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. തുടർന്ന് പ്രതിജ്ഞയും എടുത്തു. ചടങ്ങിൽ കവിയും എഴുത്തുകാരനുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായി. മാലിന്യം തള്ളാനുള്ള ഇടമായി അല്ല, ഒരു നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും രക്തധമനികളായാണ് നദികളെയും പുഴകളെയും കാണേണ്ടതെന്ന് റഫീഖ് അഹമ്മദ് സൂചിപ്പിച്ചു. പുഴ, നദി എന്നൊക്കെ പറയുന്നതാണ് മനുഷ്യ നാഗരികതയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി. നമ്മൾ ഹിന്ദു നദിയുടെ സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് സംസ്കാരം, പിന്നെ നൈൽ നദി സംസ്കാരം, യാങ്കിഫിക് എന്നൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. എല്ലാം മനുഷ്യ നാഗരികത, മാനവ നാഗരികത പിച്ചവെച്ച് വളർന്നു വന്നിട്ടുള്ളത് നദീതീരങ്ങളിൽ നിന്നാണ്. പക്ഷേ നദിയെ നമ്മൾ ഒരു മാലിന്യം കൊണ്ടാടാവുന്ന ഒരു വേസ്റ്റ് ബിന്നായിട്ടാണ് പൊതുവെ ആളുകൾ കാണുന്നത്. അതങ്ങനെയല്ല, ഒരു നാടിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ രക്തധമനിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, കേരളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല കാര്യങ്ങളിലും കേരളം വളരെയേറെ മുന്നിലാണ്. ചില കാര്യങ്ങളിൽ ലോക നിലവാരത്തിലാണ്. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ശിശുമരണ നിരക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോൾ ലോക നിലവാരത്തിലാണ് കേരളം നിൽക്കുന്നത്. പക്ഷേ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, മറ്റ് കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നിക്ഷേപിക്കാനല്ലേ എന്നെ ഇവിടെ വെച്ചിട്ടുള്ളത്? ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ എന്നെ ഉപയോഗിച്ച് എല്ലാവരുടെയും കയ്യിലെ ഭാഗ്യരേഖ പോലും തേഞ്ഞുമാഞ്ഞു പോകും. അതാണ് അവസ്ഥ. ഈ നാട് എന്ന് നന്നാവാനാ? ഞങ്ങൾ വെറും കാഴ്ചക്കാരല്ല, ഞങ്ങളെ ഉപയോഗിക്കൂ, ശുചിത്വം ശീലമാക്കൂ. ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യം. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കോട്ടോപ്പാടം കൊമ്പം മർക്കസുൽ ഹിദായ മരമിൽ റോഡ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. എം.പിയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ട് 12 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്.
വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 211 മീറ്റർ ദൂരം കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. വി.കെ. ശ്രീകണ്ഠൻ എം.പി റോഡ് ഉദ്ഘാടനം ചെയ്തു. ഇത്രയും മഹത്തരമായ ഒരു ചടങ്ങ് മനസ്സിൽ എന്നും ഓർക്കും. എന്താ കാരണം എന്നറിയോ? ഈ 1200 കുട്ടികളും എല്ലാവരും ഒരു പുത്തൻ പ്രതീക്ഷയാണ്. മക്കളെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് എന്താ? അവരെല്ലാമാണ് നാളെ നമ്മളെ നയിക്കേണ്ടത്, ഈ സമൂഹത്തെ നയിക്കേണ്ടത്. സമൂഹത്തെ നയിക്കേണ്ടവർ നല്ല വ്യക്തിശുദ്ധിയുള്ളവരും നല്ല ആത്മാർത്ഥതയുള്ളവരും കൂടി ആവുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ നമ്മളിലുണ്ടാകും. അപ്പോൾ മക്കളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. നാളെ ഞങ്ങളൊക്കെ കഴിഞ്ഞാൽ അടുത്ത തലമുറകളാണ്. അവരൊക്കെ വളർന്ന് നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. കോട്ടൂപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷയായി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, മർക്കസുൽ ഹിദായ ജനറൽ സെക്രട്ടറി കെ.പി. മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം, ഗ്രാമപഞ്ചായത്ത് അംഗം റജീന കോഴിശ്ശേരി, റഷീദ് അലായൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളവും യൂണിസെഫും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലൈഫ് 24 ജീവിത നൈപുണി ത്രിദിന ശില്പശാലയ്ക്ക് ഒറ്റപ്പാലത്ത് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം BRCക്ക് കീഴിലെ വിവിധ ഹൈസ്കൂളുകളിൽ നിന്നുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കൃഷി, പാചകം, പ്ലംബിംഗ് തുടങ്ങിയ 3 മേഖലകളിൽ ആഴത്തിലുള്ള അറിവും പ്രായോഗിക പരിശീലനവും നൽകുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. ഒറ്റപ്പാലം BRCയിൽ വെച്ച് നടക്കുന്ന ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. എവിടെ പോയാലും ഒരു തൊഴിലെടുത്താൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും ഇഷ്ടപ്പെട്ടതായ ഭക്ഷണം വെച്ച് കഴിക്കണം. നമുക്ക് എന്ത് വേണം? നമുക്ക് പാചകം അറിയണം. അതൊരു പാചകം ഒരു കലയാണ്, അതൊരു സന്തോഷമാണ്. നമ്മൾ വെച്ചുണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അപ്പൊ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും തിരഞ്ഞെടുക്കേണ്ട 3 കാര്യങ്ങളാണ് ഇവിടെ 3 ദിവസമായിട്ട് ട്രെയിനിങ് തരുന്നത്. ഇവിടെ വന്ന കുട്ടികൾ അതിലെല്ലാത്തിലും അത് പഠിച്ച് മികച്ചതായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. അത് വളരെ ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ ശില്പശാല സമാപിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒറ്റപ്പാലം BPC കെ പ്രഭാകരൻ അധ്യക്ഷനായി. BRC ട്രെയിനർമാരായ PM വെങ്കിടേശ്വരൻ, M ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലനം ലഭിച്ച അധ്യാപകരായ P മിനിമോൾ, S ശ്രീജ, PR സുമ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ആനമങ്ങാട് ഹൈസ്കൂൾ പടിയിൽ പുതുക്കി പണിത നമസ്കാര പള്ളി ഉദ്ഘാടനം ചെയ്തു. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യരിൽ സൂക്ഷ്മത പുലർത്താൻ ആരാധനാലയങ്ങളിലൂടെ സാധ്യമാകുമെന്നും സമൂഹത്തിൽ അനാചാരങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ നബിയുടെ ദർശനങ്ങൾ പിന്തുടരണമെന്നും പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ആനമങ്ങാട് ഹൈസ്കൂൾ പടിയിൽ പെട്രോൾ പമ്പിന് സമീപത്തായി വിശ്വാസികൾ പതിറ്റാണ്ടുകളായി ആരാധനാകർമ്മം നിർവഹിച്ചു വരുന്ന മൊഹീദ്ദീൻ മസ്ജിദാണ് പുതുക്കി പണിതത്. മനോഹരമായി നിർമ്മാണം പൂർത്തിയാക്കിയ നമസ്കാരപ്പള്ളി ഏവരെയും ആകർഷിക്കും. താഴേക്കോട് കാപ്പുപറമ്പിലെ പരേതനായ പൂതക്കോടൻ ഹസൻകുട്ടി ഹാജിയുടെ ഭാര്യയും ഹൈടെക്സ് വാപ്പുട്ടി ഹാജിയുടെ ഉമ്മയുമായ ഫാത്തിമയാണ് മസ്ജിദ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ധനസഹായം നൽകിയത്. ചെരക്കാട്ടിൽ കുഞ്ഞാണി മുസ്ലിയാർ നൽകിയ സ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നമസ്കാരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ മസ്ജിദായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം കൊണ്ട് വഖഫ് ചെയ്തതായി അറിയിക്കുന്നു. ആരാധനാലയങ്ങളിലൂടെ മനുഷ്യർക്ക് സൂക്ഷ്മത പുലർത്താൻ സാധ്യമാകുമെന്ന് SKSSF സംസ്ഥാന പ്രസിഡന്റും മഹലിന്റെ ഗാസി കൂടിയായ പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി. നബിയുടെ ദിനചര്യകൾ വിശ്വാസികൾ പ്രാവർത്തികമാക്കണം. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന അനാചാരങ്ങൾക്കെതിരെ മുഹമ്മദ് നബിയുടെ ദർശനങ്ങൾ ഏവരും പിന്തുടരണമെന്നും ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷകളിൽ നിന്ന് അതിജീവിക്കാനും അല്ലാഹുവിനേക്കുള്ള മടക്കം അല്ലാഹുവിനെ സ്വീകരിക്കാനും വിശദമാക്കിയ മാർഗങ്ങളൊക്കെ ഒരുപാട് വാർത്തയിൽ ചെയ്തുകൊണ്ട് ധന്യമാക്കാൻ സാധിക്കണമെന്നാണ് സാന്ദർഭികമായി ഉണ്ടാകുന്നത്.
ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന്റെ ദർശനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഘവികാസികളുടെ കാണാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ പീഡനങ്ങളും ലൈംഗിക രാജകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ സമൂഹത്തിന്റെ സുരക്ഷത്തിന് വേണ്ടി അകത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന നിബന്ധനകളും ഇസ്ലാമിക ഗ്രന്ഥത്തിലുള്ളതാണ്. അതിലേക്ക് തകിടം നൽകുന്ന രീതിയിൽ ഇന്ന് ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്കും അതുപോലെ തന്നെ എല്ലാ അരാജകത്വങ്ങളിലേക്ക് നീങ്ങുന്ന വിദ്യാർത്ഥിനികളും സഹോദരന്മാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിലേക്ക് ദുരന്തങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങൾ മറ്റുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹത്തിന്റെ സുരക്ഷത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മഹത്തായ മാതൃക കാണിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിത ദർശനങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തക്കിയെ മാറാൻ ഓരോ സഹോദരങ്ങളും തയ്യാറാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചെത്തനാകുറിശി മഹല്ല് പ്രസിഡന്റ് കുഞ്ഞാലൻകുട്ടി ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുദ്രീസ് മൊയ്തീൻകുട്ടി അൻവരി, മുഹമ്മദ് കോയത്തങ്ങൾ പാതാക്കര, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, OKM മൗലവി, പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ചിരക്കാട്ടിൽ അബു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. മേലേക്കാപ്പുപറമ്പ് മഹല്ല് പ്രസിഡന്റ് പൂതക്കോടൻ അദ്ദുപ്പ ഹാജി, പൂതക്കോടൻ മുഹമ്മദ് ഹാജി, പൂതക്കോടൻ അലി ഹാജി, അലി ഫൈസി പാറൽ, തൂളിയത്ത് മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി വിശ്വാസികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനും പള്ളി കാണാനും എത്തിയിരുന്നു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരുമാങ്ങോട് വെങ്കലം പാടത്തിറക്കിയ ജൈവ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കൊയ്ത്തുത്സവമായിട്ടായിരുന്നു വിളവെടുപ്പ്. 75 സെന്റിൽ ജ്യോതി വിത്താണ് കൃഷി ചെയ്തിരുന്നത്. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സൈദാലി നിർവഹിച്ചു. PTA പ്രസിഡന്റ് A മുരളീധരൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ PS ആര്യ, വാർഡ് മെമ്പർ ഉഷാകുമാരി M, PTA വൈസ് പ്രസിഡന്റ് PG മോഹനകൃഷ്ണൻ, ജൈവ കർഷകൻ സുരേഷ് കുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജീവ് ശ്രീചിത്ര, A ഹരിദാസൻ, രാധാകൃഷ്ണൻ, M ചാമി, സുരേഷ് കുമാർ, P ശശികുമാർ, സന്തോഷ് PR, നിശാന്തിയൻ, പ്രോഗ്രാം ഓഫീസർ E ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ A ക്ലാസ് മെമ്പർമാരുടെ വാർഷിക പൊതുയോഗം ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ബാങ്ക് ഹാളിൽ നടക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച രീതിയിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ മെമ്പർമാർക്ക് 16% ഡിവിഡൻഡ് നൽകാൻ ബോർഡ് തീരുമാനിച്ചതായി പ്രസിഡന്റ് M സൈദലവി അറിയിച്ചു. വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ 32ാമത് വാർഷിക പൊതുയോഗമാണ് ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ബാങ്ക് ഹാളിൽ നടക്കുന്നത്. 3 പതിറ്റാണ്ട് കാലത്തെ മികച്ച പ്രവർത്തനത്തിലൂടെ വലിയ പുരോഗതിയാണ് ബാങ്ക് കൈവരിച്ചത്. നിക്ഷേപം, വായ്പാ കരുതൽ ധനം, മറ്റ് റിസർവുകളും പ്രവർത്തന മൂലധനവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. നിക്ഷേപവും വായ്പയും വർദ്ധിപ്പിച്ച് തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ലാഭവിഹിതത്തിന്റെ വലിയൊരു പങ്ക് മെമ്പർമാരുടെയും നാട്ടുകാരുടെയും വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. മികച്ച രീതിയിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ മെമ്പർമാർക്ക് 16% ഡിവിഡൻഡ് നൽകാൻ ബോർഡ് തീരുമാനിച്ചതായി പ്രസിഡന്റ് M സൈദലവി അറിയിച്ചു. ഏകദേശം നിക്ഷേപം 41 കോടിയിലധികം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ ബാങ്ക് വളരെ മുൻപിലാണ്. മെമ്പർമാരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകുക, അതുപോലെ റിസ്ക് ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രത്യേകം ബാങ്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങൾ, വിവിധ ക്ലബ്ബുകളിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ ട്രോഫികൾ വിതരണം ചെയ്തിട്ടും സർക്കാർ സ്കൂളുകളിൽ ആവശ്യമായ സാമഗ്രികൾ, യൂണിഫോമുകൾ നൽകിയും സർക്കാർ ഓഫീസുകളിൽ പ്രിൻ്റർ അടക്കം തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഓഫീസുകളിലും ഞങ്ങൾക്ക് പത്രം വിതരണം ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം മെമ്പർമാർ 4000-ഓളം A ക്ലാസ് മെമ്പർമാർ തന്നെ ഈ ബാങ്കിലുണ്ട്. ഈ വർഷത്തെ ലാഭം 32,77,377 രൂപ 16 പൈസയാണ്. നല്ലൊരു ലാഭം ഉള്ളത് കൊണ്ട് തന്നെ മെമ്പർമാർക്ക് 16% ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്.
നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ബാങ്ക് നടപ്പാക്കി വരുന്നുണ്ടെന്ന് വൈസ് പ്രസിഡന്റ് ടി.പി. ജോസഫ് പറഞ്ഞു. 16% ഡിവിഡൻഡ് അതന്നെ ആദ്യമായിട്ടാണ് അംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഈ പുരോഗതിയുടെ ഒരു അടയാളമാണ്. അതുമാത്രമല്ല, ധാരാളം സേവന പ്രവർത്തനങ്ങൾ ഈ ബാങ്കിൻ്റെ പരിധിയിൽ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം പുതിയ സെക്രട്ടറി ചാർജ് എടുത്തിരിക്കുകയാണ്. ഈ ബോർഡിൻ്റെയും ഈ സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമത്തിലാണ്. കഴിഞ്ഞ പൊതുയോഗത്തിലെ മിനിറ്റ്സ് വായിച്ച് റെക്കോർഡാക്കൽ ഉൾപ്പെടെ 10ഓളം അജണ്ടകൾക്ക് യോഗത്തിൽ അംഗീകാരം നൽകുമെന്ന് സെക്രട്ടറി മോളമ്മ തങ്കച്ചൻ അറിയിച്ചു. അംഗങ്ങൾ അയച്ചു തന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും നന്ദി പ്രസംഗത്തോടുകൂടെ യോഗം സമാപിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബാങ്ക് ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് മരണമടയുന്ന മെമ്പർമാർക്ക് റിസ്ക് ഫണ്ട് പദ്ധതിയുടെ ആനുകൂല്യം ബാങ്ക് നടപ്പിൽ വരുത്തുന്നുണ്ട്. മാരകമായ രോഗം ബാധിച്ച് എ ക്ലാസ് മെമ്പർമാർക്ക് ആവശ്യമായ ചികിത്സാ സഹായവും ബാങ്ക് നൽകി വരുന്നു. എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ബാങ്ക് സഹായം നൽകി വരുന്നു. ഓൺലൈൻ ബാങ്കിംഗ് ഇടപാട് സൗകര്യവും ബാങ്ക് നടപ്പിലാക്കി വരുന്നു. പ്രസിഡന്റ് എം സൈതലവിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തുന്ന പരിശ്രമം നിക്ഷേപ വായ്പാ രംഗത്ത് വർധനവുണ്ടാക്കുവാനും മറ്റ് പുരോഗതികൾ കൈവരിക്കാനും സഹായിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസ് നവീകരിച്ച് കോൺഫറൻസ് ഹാൾ, മീറ്റിംഗ് ഹാൾ എന്നീ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1/4/2020 മുതൽ ബാങ്ക് ക്ലാസ് 1 ആയി പ്രവർത്തിച്ചു വരുന്നു. വെട്ടത്തൂരിലാണ് ഹെഡ് ഓഫീസ്. കാപ്പിൽ ബ്രാഞ്ചും പ്രവർത്തിക്കുന്നു. പ്രസിഡന്റ് എം സൈതലവി, വൈസ് പ്രസിഡന്റ് ടി.പി. ജോസഫ്, സെക്രട്ടറി മോളമ്മ തങ്കച്ചൻ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ.ടി. ഷിയാസുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളുടെ ചരമവാർഷിക ദിനമായ ഒക്ടോബർ 14 ഗുരുസ്മരണ ദിനമായി ആചരിക്കും. കലാസാഗർ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഗുരുശ്രേഷ്ഠരെ ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കഥകളിച്ചെണ്ടയിലെ ഇതിഹാസവും കലാസാഗർ സ്ഥാപകനുമായ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ വിട പറഞ്ഞിട്ട് 2024 ഒക്ടോബർ 14 32 വർഷം തികയുന്ന വേളയിലാണ് ഗുരുസ്മരണ ദിനമായി ആചരിക്കുന്നത്. വെള്ളിനേഴി ചെങ്ങണിക്കോട്ടുകാവ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് കലാസാഗർ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കഥകളി നാട്യാചാര്യൻ കലാമണ്ഡലം വാസുദേവൻ നായരെയും കഥകളി മദ്ദളഗുരു കലാമണ്ഡലം രാമൻകുട്ടിയെയും കഥകളി അണിയറ കലാകാരൻ കലാമണ്ഡലം അപ്പുണ്ണിത്തരകനെയും ആദരിക്കുമെന്നും കലാസാഗർ സെക്രട്ടറി രാജൻ പൊതുവാൾ അറിയിച്ചു. ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് യൂത്ത് ബ്രിഗേഡ് മീറ്റ് നടത്തി. ജില്ലാ സെക്രട്ടറി കെ.സി. റിയാസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് കെ.കെ. ഗോപി അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി എം.ആർ. അജിത് മോഹൻ, എസ്. സൂരജ്, എസ്. ബിനീഷ്, സന്തോഷ്, സി. സുജിത്ത് എന്നിവർ സംസാരിച്ചു. 28, 29 തീയതികളിൽ ശുചീകരണ യജ്ഞം നടത്താനും തീരുമാനിച്ചു. കാലങ്ങൾക്ക് ശേഷം കേരളത്തെക്കുറിച്ച് വിമർശനാത്മകമായി നമ്മുടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ്. ഇനിയും ഭൂപരിഷ്കരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത എത്രയോ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ. വിദ്യാഭ്യാസ നിയമം, വിദ്യാഭ്യാസം ഭരണഘടനയിലേക്ക് സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ തന്നെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം വ്യാപാരികളെ ദ്രോഹിക്കരുതെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ. പ്ലാസ്റ്റിക് നിരോധന തീരുമാനം വ്യാപാരികളെ കൂടുതൽ ബാധിക്കും. ഈ തീരുമാനം നടപ്പാക്കുക പ്രായോഗികമല്ലെന്നും മർച്ചന്റ് അസോസിയേഷൻ. ചെർപ്പളശ്ശേരി നഗരവികസനത്തിന് UDF ഒരിക്കലും എതിരല്ലെന്ന് ലീഗ് നേതാവ് കെ.കെ. അസീസ്. നഗര നവീകരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയാണ് UDF ചെയ്തത്. ഇതിന് മറുപടി പറയാൻ CPM-ന് എന്തധികാരമെന്നും കെ.കെ. അസീസ്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് മുന്നിൽ നിൽപ്പ് സമരവുമായി വഴിയോര കച്ചവടക്കാർ. തൊഴിലിന് സുരക്ഷ വേണമെന്നും തിരിച്ചറിയൽ കാർഡ് അനുവദിക്കണമെന്നും ആവശ്യം. സമരം STU-വിന്റെ നേതൃത്വത്തിൽ. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടരുന്നു. 2ാം ദിനം നടന സാന്ദ്രം. കാണികളെ പിടിച്ചിരുത്തി നൃത്ത മത്സരങ്ങൾ. ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തിയായി. കെട്ടിടം നിർമ്മിച്ചത് MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കൊണ്ട്. വൈകാതെ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ. പുലാമന്തോൾ UP-യിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ അപകടം.
വീടിന്റെ ചുവരിൽ ഇടിച്ചാണ് കാർ മറിഞ്ഞത്. കാറിലെ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.